ജൂലൈ 16 പുലർച്ചെയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. അർജുനും ട്രക്കുമടക്കം ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് അമർന്നത് ആ ദിവസമാണ്. തുടക്കത്തിൽ ഇഴഞ്ഞു നീങ്ങിയ ദൌത്യത്തിന് ഊർജ്ജം വെച്ചത് റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങളുടെ ഇടപെടലിന്റെയും ലോറിയുടമ മനാഫിന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമായാണ്. പ്രതികൂല കാലാവസ്ഥയും ഗംഗാവലിപ്പുഴയിലെ കുത്തൊഴുക്കും പ്രതിസന്ധി സൃഷ്ടിച്ച തിരച്ചിൽ പലതവണ നിർത്തിവെക്കേണ്ടി വന്നു. ഒടുവിൽ 72-ാം ദിവസമാണ് ഗംഗാവലിപ്പുഴയിൽ നിന്ന് അർജുന്റെ ട്രക്കും മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ ജൂലൈ 8-നാണ് അർജുൻ ട്രക്കുമായി യാത്ര തിരിച്ചത്. 15-ന് പുലർച്ചെ വീട്ടിലേക്ക് അവസാനമായി ഫോൺ കോൾ എത്തി. ശേഷം അർജുനെക്കുറിച്ച് ആർക്കും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നീടറിഞ്ഞത് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ വാർത്തയാണ്. ഇതോടെ കുടുംബത്തിനൊപ്പം ഒരു നാടൊന്നാകെ അർജുനായുള്ള കാത്തിരിപ്പ് ആരംഭിച്ചു. അർജുനെ തേടി അന്നുതന്നെ ബന്ധുക്കൾ ഷിരൂരിലെത്തി. ഗംഗാവാലിപ്പുഴയ്ക്കരികെ പ്രിയപ്പെട്ടവനെ കാത്തിരുന്നു. തുടക്കത്തിൽ തിരച്ചിലിൽ അലംഭാവം കാട്ടിയ കർണാടക സർക്കാർ റിപ്പോർട്ടറടക്കമുള്ള മാധ്യമങ്ങളുടെ ഇടപെടലിലൂടെ തിരച്ചിലിനായി കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചു. സൈന്യവും NDRFും സംയുക്തമായി നടത്തിയ തിരച്ചിലിനൊടുവിൽ കരയിൽ ലോറിയില്ലെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് ഗംഗാവാലിപ്പുഴ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ. ജൂലൈ 27-ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയും സംഘവും തിരച്ചിലിന്റെ ഭാഗമായി. പുഴയിലെ കുത്തൊഴുക്കും മോശം കാലാവസ്ഥയും തടസ്സം സൃഷ്ടിച്ച രക്ഷാപ്രവർത്തനം 3 ഘട്ടങ്ങളിലായാണ് നടന്നത്. പലതവണ ഈശ്വർ മാൽപേയും സംഘവും തിരച്ചിൽ നടത്തിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. ഒടുവിൽ 2 മാസങ്ങൾക്ക് ശേഷം കാലാവസ്ഥയും നദിയിലെ ജലനിരപ്പും അനുകൂലമായപ്പോൾ ഡ്രഡ്ജർ അടക്കമെത്തിച്ച വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. ദുരന്തമുണ്ടായതിന് 72-ാം നാൾ ഗംഗാവാലിപ്പുഴയിൽ 12 അടി താഴ്ചയിൽ നിന്ന് അർജുന്റെ ട്രക്കും മൃതശരീരവും കണ്ടെത്തി. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.